നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ഒരു പുതിയ മാധ്യമ സ്ഥാപനം ഉടലെടുക്കുകയാണ്. കൂണുകൾ പൊട്ടിമുളയ്ക്കുന്നത് പോലെയാണ് പുതിയ ടെലിവിഷൻ, ഓൺലൈൻ, പ്രിന്റ് മാധ്യമങ്ങളുടെ വരവ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും അവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവും. എങ്കിലും നിഷ്പക്ഷവും മാധ്യമധർമ്മങ്ങൾ ഒരു പരിധിവരെ പാലിക്കുകയും ചെയ്യുന്നവയാണ് മിക്ക മാധ്യമ സ്ഥാപനങ്ങളും. എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി മാത്രമായി തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം ഉദയം കൊള്ളുന്ന ചില ചാനലുകളുണ്ട്. TV9, ഭാരത് വർഷ്, നമോ TV പോലുള്ളവ. പേരുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഇതിനോടകം വിവാദത്തിലായി കഴിഞ്ഞു ഈ മാധ്യമങ്ങൾ. TV9 ഭാരത് വർഷ് ആരംഭിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 30 അസോസിയേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ TV9 ഭാരത് വർഷ് ആരംഭിച്ചത്. മാധ്യമരംഗത്ത് വലിയ കോളിളക്കമുണ്ടാക്കുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു ചാനലിന്റെ ഉദയം. അന്വേഷണാത്മകമായ മാധ്യമ പ്രവർത്തനത്തിൽ ഊന്നി ദേശീയ ടെലിവിഷൻ ചാനലുകളുടെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നായിരുന്നു തുടക്കത്തിലെ പ്രഖ്യാപനം. ഇന്ത്യ ടിവിയുടെ മുൻ എഡിറ്റർ ഹേമന്ത് ശർമ്മ, ഇന്ത്യ ടിവിയുടെ മുൻ മാനേജിംഗ് എഡിറ്റർ അജിത് അഞ്ജും എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചാനൽ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. തന്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന ചിലരാണ് ചാനലുകളിൽ ഉള്ളതെന്നായിരുന്നു ഉദ്ഘാടന സമയത്ത് മോദി പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ എല്ലാറ്റിനും മാറ്റം വരുത്തുമെന്നായിരുന്നു മോദിക്ക് ചാനലിന്റെ CEO നൽകിയ മറുപടി. ചാനൽ ഇന്നലെ പുറത്തുവിട്ട ഒളിക്യാമറ ദൃശ്യങ്ങളിൽ MK രാഘവനെ ഭൂമി ഇടപാടിൽ കുരുക്കുകയും ഇത് പാർട്ടിയെയും മുന്നണിയും പ്രതിരോധത്തിലാക്കുകയും UDFനും കോൺഗ്രസിനും ഇത് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു. കോൺഗ്രസ് MPമാരെ കൂടാതെ 4 BJP MPമാരെയും വാർത്തയിൽ കുടുങ്ങിയിട്ടുണ്ട്. BSPയിൽ നിന്ന് BJPയിലെത്തി MP-യായ ദളിത് നേതാവ് കൂടിയായ ഉദിത് രാജും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി BJPയുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ഉദിത് രാജ്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന ആക്രമണമായിരുന്നു ഉദിത് രാജിനെ BJPക്ക് നേരെ വിമർശനം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത്. ഇയാൾക്ക് പുറമെ രാംവിലാസ് പസ്വാന്റെ സഹോദരനും ഒളിക്യാമറയിൽ കുടുങ്ങിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. TV9 ഭാരത് വർഷിന്റെ വാർത്താ വിഭാഗം തലവനായ ഹേമന്ത് ശർമ്മയ്ക്കെതിരെ മിതമായ സൗകര്യമില്ലാത്ത മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനാനുമതി പുനഃസ്ഥാപിച്ചു നൽകുന്നതിനായി ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു എന്ന കുറ്റത്തിന് CBI അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഇന്ത്യ TV വിടുന്നത്. TV9 ഭാരത് വർഷിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം ഉള്ളവരാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമല്ല. ഏതായാലും ചാനലിന്റെ പ്രവർത്തനങ്ങളിലെ ദുരൂഹത നീക്കാൻ അതിന് നേതൃത്വം നൽകുന്നവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2012 നമോ TVയുടെ വരവ്. 2012 ഒക്ടോബറിൽ സംപ്രേഷണം തുടങ്ങിയെങ്കിലും ഒരാഴ്ചക്കകം ചാനലിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയം ഉയർത്തിയതിനെ തുടർന്ന് ചാനൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് 2019 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷമാണ് ചാനൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, BJP പരിപാടികൾ എന്നിവയാണ് ചാനലിൽ പ്രധാനമായും സംപ്രേഷണം ചെയ്യുന്നത്. സാധാരണ ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ട അനുമതിയൊന്നും ഇല്ലാതെയാണ് ഈ ചാനലിന്റെ പ്രവർത്തനം. ഒരു പരസ്യ പ്ലാറ്റ്ഫോമായാണ് ചാനൽ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലുകളുടെ അനുമതി ആവശ്യമില്ലെന്നുമാണ് വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ നിലപാട്. മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിലുള്ള കണ്ണാടികളായിരിക്കണം, അല്ലാതെ തിരഞ്ഞെടുപ്പ് യുദ്ധത്തിനുള്ള ആയുധമായി തീരരുത്. എന്തിനാണ് തിരഞ്ഞെടുപ്പ് കാലത്തെ വാർത്താ മാർക്കറ്റ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരം ചാനലുകളെ വളർത്തുന്നതെന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ജനങ്ങൾ തന്നെയാണ്.